നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ 133ാമത്തെ രാജ്യത്ത് നിൽക്കുകയാണ്. അത് മധുര മനോഹര മനോജ്ഞ ക്യൂബയാണ്. ക്യൂബ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം സജീവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. ഇഷ്ടമുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അധികം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ക്യൂബയും. അതുപോലെ തന്നെ ക്യൂബയിലെ പഴയ നേതാവായിരുന്ന ഫിഡിൽ കാസ്ട്രോയും എല്ലാം തന്നെയുമല്ല നമ്മുടെ ചെഗുവേര, അതും മലയാളികളുടെ ഒരു വികാരമാണ്. ചെഗുവേരയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ക്യൂബ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യൂബയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ക്യൂബ എന്ന് പറയുന്നത് ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. വിലപ്പെരുപ്പവും അതുപോലെ തന്നെ പട്ടിണി, ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരികെയാണ് ഈ ഒരു രാജ്യം. സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ക്യൂബ എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇപ്പോൾ US നിന്നാണ് വന്നിറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എയർപോർട്ടിൽ 1.5 മണിക്കൂർ എടുത്ത് നമുക്ക് പെട്ടി കിട്ടാനെന്നുള്ളൊരു കാര്യമാണ്. ലഗേജ് കിട്ടാൻ 1.5 മണിക്കൂർ എടുത്തു. വളരെ ചെറിയ പ്രാകൃതാവസ്ഥയിലുള്ളൊരു എയർപോർട്ടാണ്. ആകെപ്പാട് ഒരു ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ വന്നിറങ്ങുന്നത് കണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് മാത്രം, മയാമിയിൽ നിന്ന്. വീണ്ടും തിരിച്ചൊരു ഫ്ലൈറ്റ് ഉള്ളത് മയാമിയിലേക്കുള്ള ഫ്ലൈറ്റ് തന്നെയാണ്. ഒരു രാജ്യ തലസ്ഥാനമാണ് ഇതെന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ അവിടുത്തെ ചില കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു സിം എടുത്തു. സിമ്മിന് $7 7 ദിവസത്തേക്ക് ചാർജ് ചെയ്തത്. ആ നെറ്റ് ഉപയോഗിച്ച് ഒരു വളരെ ചെറിയ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം വീഡിയോ പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മോശം അവസ്ഥയിലാണ് ആ ഒരു കാർഡ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പക്ഷേ രാജ്യം അതിമനോഹരമാണ് കേട്ടോ, പറയാറിയുമല്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബീച്ച് സൈഡാണ്. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം വാഹനങ്ങളെന്നൊക്കെ പറയുന്നത് ഏറ്റവും പഴയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇവിടെ ആർക്കും പൈസയില്ല. പഴയ അമേരിക്കൻ വാഹനങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് പിൻഭാത്രം പോകുന്നതാണ്. പഴയ അമേരിക്കൻ വാഹനങ്ങൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ സ്പെയർ പാർട്സൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഉള്ളത് മെക്കാനിക്കുകളല്ല, മാന്ത്രികന്മാരാണ്, മജീഷ്യൻസ് ആണെന്ന് പറഞ്ഞു. അതായത് വാഹനങ്ങൾ എങ്ങനെയൊക്കെ അവർ നന്നാക്കി എടുക്കുന്നു, ഓടുന്നു. അതിനുശേഷം നമ്മൾ വന്നു, ഈ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതൊരു വമ്പൻ ഹോട്ടലാണ്. ഇത് നടത്തുന്നത് ഇവിടുത്തെ ആർമിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ ഇതൊരു ഇന്തോനേഷ്യൻ ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ് നടത്താൻ. അതുകൊണ്ട് തരക്കേടില്ലാത്ത ഹോട്ടലാണ്. ഇവിടെ ഇൻ്റർനെറ്റും വലിയ കുഴപ്പമില്ല. അങ്ങനെ വന്ന് നമ്മളൊന്ന് റെഡിയായി വൈകുന്നേരം നമ്മൾ ഡിന്നറിനൊക്കെ പോയി. ഡിന്നറൊക്കെ മനോഹരമായിരുന്നു. 1, 2, 3. It's the fruit of guava, but cooked. After that, we put the cheese cream on top, the white one, and the guava sauce is down there. This is a super traditional dessert that we have in Cuba. Okay? Bon appetit. Enjoy. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും വാഹനത്തിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്തും വെളിച്ചമില്ല, കറണ്ടില്ല, പവർ കട്ടാണ്. 6-7 മണിക്കൂർ പവർ കട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ലൈറ്റില്ല. ആകെ ജനറേറ്ററുള്ള വീടുകളിലും ഹോട്ടലുകളിലും മാത്രമാണ് ലൈറ്റുള്ളത്. അതിൻ്റെ പ്രശ്നം ഇവിടെ ഡീസലോ പെട്രോളോ ഇപ്പോൾ കിട്ടാനില്ല എന്നുള്ള കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നാണ് വന്നിരുന്നത്. അതെന്തോ ഇഷ്യൂ ഉണ്ട്, അത് വരുന്നില്ല. അതുകൊണ്ട് പെട്രോൾ പമ്പുകളെല്ലാം അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്ന് പോലുമില്ല. ഹോസ്പിറ്റലിൽ ആൾ പോയാൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യവും വെളിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല. കാരണം ഇപ്പോഴും ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലമാണ്. എങ്ങാനും ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 30 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. മീഡിയ എല്ലാം തന്നെ സ്റ്റേറ്റ് ഓൺഡാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് മറ്റൊരു വിവരങ്ങളും അറിയാനുള്ള മാർഗ്ഗമില്ല. 27% ആൾക്കാർക്കും ഇപ്പോഴും വരുമാനമെന്ന് പറയുന്നത് ഒരു മാസം $20 നമ്മുടെ ഗൈഡിന് പോലും മാസ വരുമാനം $15 എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പറയുന്നത് 3 പിസ വാങ്ങിച്ച് കഴിച്ചാൽ തീരും ശമ്പളം, അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതിനൊക്കെ കൂടുതൽ കറണ്ട് ചാർജ് ആകുന്നുണ്ട് വീട്ടിലെന്നും പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ദുസ്സഹമായ ജീവിതമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1959 വരെ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. പിന്നീടാണ് ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്, അതായത് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് കാലമായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്തായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏതൊരു പ്രത്യയശാസ്ത്രത്തിലും വേണം എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രാജ്യമാണിത്. ഇല്ലെങ്കിൽ നശിച്ചു പോകുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ക്യൂബയെ കണ്ടെത്താം. എന്തായാലും പണ്ട് സ്പെയിൻ ഭരിച്ചുകൊണ്ട് തന്നെ ഒരു സ്പാനിഷ് കൾച്ചർ ഇവിടെയുണ്ട്. സ്പാനിഷാണ് ഇവിടുത്തെ ലാംഗ്വേജും. തന്നെ ആ കാലത്തെ ബിൽഡിങ്സൊക്കെ അതിമനോഹരമാണ്, അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ അതിലൊരു പകുതിയും ഇപ്പോൾ തകർന്ന് വീണ് കഴിഞ്ഞു. കാരണം അത് നന്നാക്കാനൊന്നും ജനത്തിന് പൈസയില്ല. നമ്മളെന്താണ് നന്നാക്കാത്ത ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആഹാരം കഴിക്കണോ അതോ നന്നാക്കണോ, അതാണ് നമ്മുടെ ഒരു മുന്നിലെ പ്രശ്നം എന്ന് പറഞ്ഞു. ആ തരത്തിൽ ഉള്ള ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. എങ്കിൽ പോലും ഞാനീ പറഞ്ഞ പോലെ അതിമനോഹരമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ധാരാളമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്
ഫിഡിൽ കാസ്ട്രോ അതുപോലെ തന്നെ ചെഗുവേര അവരുടെ വീടുകളും മ്യൂസിയം, പിന്നെ ഇവിടെ ഈ ചുരുട്ട് അതും ഫിഡിൽ കാസ്ട്രോ ആണല്ലോ പ്രശസ്തമാക്കിയത്. ഇവിടുത്തെ ക്യൂബൻ സിഗാർ അതിൻ്റെ ഒരു ഫാക്ടറി പോകുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഈ ദാരിദ്ര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിൻ്റെ മനോഹാരിത കൊണ്ട് തീർച്ചയായിട്ടും ക്യൂബ നമ്മളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ക്യൂബൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഹാക്കൾക്ക് കുരുപൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം, കാരണം കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ സഹാക്കളും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ക്യൂബൻ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ ശരിക്കും 4 പേരേ ഉള്ളൂ. ഞങ്ങൾ ഷിപ്പിലൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും പലരും പല വഴിക്ക് പൊഴിഞ്ഞു. അവസാനം ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾക്ക് 4 പേർക്കായിട്ട് 13 പേർക്ക് ഇരിക്കാവുന്ന വലിയ ബസ്സാണ് നമ്മുടെ T2 ഓഫ് ടൂറിൻ്റെ സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് മുൻഭാഗത്ത് സീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുൻഭാഗത്തിരുന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. ഓക്കെ, താങ്ക് യു. We have a long day today. Very long day. Yeah. So guide Carlos. Hi Carlos. Mario, pleasure. Yeah, thank you. God bless you. And I forgot your name. His name? Ronaldo. Ronaldo. Ah, Ronaldo. He is very famous in to India. meet you. Yeah. Okay. Thank you. Thank you. നമ്മൾ രാവിലെ ആദ്യം പോകുന്നൊരു സിഗാർ ഫാക്ടറിയിലേക്കാണ്. സിഗാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പുകയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗാർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് സിഗാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പുകയിലയുടെയും ക്വാളിറ്റി അനുസരിച്ച് സിഗാറിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, അതുപോലെ അതിൻ്റെ ഫ്ലേവേഴ്സിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത്തരം പല കാര്യങ്ങളും കാണാനുണ്ട്. പിന്നെ എപ്പോഴും സിഗാർ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഫിഡിൽ കാസ്ട്രോ ആകുമ്പോൾ വരും. കൂടാതെ പണ്ടൊക്കെ സ്ഥിരമായി വായിച്ചിരുന്നവർക്ക് കോട്ടയം പുഷ്പനാഥിൻ്റെയൊക്കെ നോവലുകളിൽ ഡിറ്റക്റ്റീവ് പുഷ്പരാജൊക്കെ ഹാഫ് എ കൊറോണ എന്ന് പറയുന്ന ക്യൂബൻ സിഗാർ വലിച്ചിരുന്നതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 70-ലധികം ബ്രാൻഡുകളുണ്ട് ഇവിടെ സിഗാറിന്. അപ്പം വലിയ വില കൂടിയ ബ്രാൻഡുകളും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിഗാർ ഉണ്ടാക്കുന്ന ഫാക്ടറി ആണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിഗാറിൻ്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നമുക്ക് നമ്മുടെ ഗൈഡിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം, നമ്മളൊന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയുടെ കാഴ്ചകൾ. എവിടെ നോക്കിയാലും പഴയ വാഹനങ്ങൾ, പഴയ കെട്ടിടങ്ങളിൽ കുറേയൊക്കെ നിലം ഒത്തായിരിക്കുന്നതാണ്. എങ്കിൽ പോലും കൃത്യമായൊരു പ്ലാനിംഗ് ഉള്ള സിറ്റിയാണ്. വളരെ വീതി കൂടിയ വഴികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പഴയ വലിയ ജീപ്പൊക്കെയാണ് ഈ പോകുന്നത്. അതുപോലെ ഈ കിടക്കുന്നത് ലാഡ, പഴയ റഷ്യൻ കാറായ ലാഡ. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ റഷ്യ കാര്യമായിട്ട് സഹായമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിഡിൽ കാസ്ട്രോയുടെ കാലത്ത് $33 ബില്യൺ അന്ന് ധനസഹായം കൊടുത്തത്. പക്ഷേ പിന്നീട് സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ റഷ്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം നിന്നു. പിന്നെ അമേരിക്ക ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി അമേരിക്കയിൽ നിന്നുള്ള വരവെല്ലാം നിന്നു. അതോടെയാണ് ഒരു തികഞ്ഞ ദരിദ്രരാജ്യമായിട്ട് ക്യൂബ മാറിയത്. ഇപ്പം മുന്നിലൊക്കെ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടാൽ എല്ലാം പഴയ സ്പാനിഷ് കാലത്തെയാണ്. പക്ഷേ എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ചെറിയ സ്ട്രീറ്റുകളിലൂടെയൊക്കെ പോവുകയാണ്. ക്യൂബൻ സ്ട്രീറ്റുകൾ. ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള ജനങ്ങളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഇടുന്നതെന്നുള്ളതാണ്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരല്പം പോലും മാലിന്യങ്ങളില്ലാത്ത ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലായിടത്തും ജനങ്ങൾ തന്നെ വലിച്ചെറിയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവിടുത്തെ സോഷ്യൽ സർക്കാർ താഴെ പോകണമെന്ന് മാത്രമേ ഇപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളൂ. അതായത് ക്യാപിറ്റലിസ്റ്റ് സർക്കാർ തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവരെ അപ്പം തന്നെ കാണാതാകുന്നു. അവർ 30 വർഷത്തോളമൊക്കെ ജയിലിൽ കഴിയുന്നു. അതുകൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവും അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഇല്ല. അത്തരം കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഫിഡിൽ കാസ്ട്രോയുടെ അനിയനാണ് കുറേ കാലം ഇവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹം പിന്നെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോഴുള്ളത് ഒരു പാവ സർക്കാരാണ്. അദ്ദേഹം തന്നെയാണ്
കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തത്തിലൂടെയാണ് ഈ ഒരു രാജ്യം കടന്നു പോകുന്നത് സാമ്പത്തികമായി നോക്കുമ്പോൾ. ഇതിവിടുത്തെ പ്യൂഷയാണ് ഈ കാറ്, 74-ലെയാണ്. ഇത് അർജൻറ്റീനിയൻ സർക്കാർ ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടി പണ്ട് ദാനം കൊടുത്ത വാഹനങ്ങളാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പഴയ പ്യൂഷോ. അപ്പോൾ നമ്മളിനി ഇതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊന്ന്. ഇവിടെ എപ്പോഴാണ് ബസ് വരിക പോവുക, പബ്ലിക് ട്രാൻസ്പോർട്ട് വരിക പോകുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കാരണം ഡീസലില്ല, ഡീസലുണ്ടെങ്കിലല്ലേ ഓടിക്കാൻ പറ്റുമോ. ഇതൊക്കെ ഏതോ ചൈനീസ് വാഹനമാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ വിചിത്രമായ വാഹനങ്ങളാണ് ഇവിടെ മിക്കയിടത്തും കാണുന്നത്. ഇതൊരു ഗുഡ്സ് കാരിയറാണ്. നമ്മുടെ ബസ് പാർക്ക് ചെയ്യാൻ പോകുന്നു. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് നല്ല വൃത്തികളായിട്ട് കിടക്കുന്നുണ്ട്. ആയിരത്തി 1959 തൊട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി, റേഷൻ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. So why people are standing there? So people are standing over there because it's actually a place, a cafeteria where people can buy some food. Oh. So in Cuba we have a food shortage. So there are private businesses that provide food to the people. Not provide, people can go and buy from them. So the price we is need like, to buy. They are not people giving buy. it freely. No. People buy. Buy. People have to buy. They have to pay for that. The prices are not very high, but they are not very cheap either. So they are affordable. Yeah. So that's we why have to people- stand in the queue for that. Yep. Okay. So can you tell me about the cigars here? So now we are now at the cigar factory in Cuba. This is cigar factory is called H. Upman. All right, which is one of the brands that we have in Cuba. We have another cigar factory nearby, which is called Partagas. So the cigars, even though the tobacco grows in the west of the island, in a province called Pinar del Rio, all these leaves, after the fermentation process and they are dry, they are brought to Havana, and that's why the cigars are called Habanos. Habanos, okay. That's why, because they are made here in Havana. And of course, they are made here in this factory. There are over 100 processes from the seed to the smoke. That's why it's a long process. The plantation of the tobacco begins in November, the 1st of November, and it ends at the end of April. When you just collect all the leaves, when you have already the leaves dried, and the government goes to the plantations in Pinar del Rio and buys 90% of the production to the farmer, and allow the farmer to keep 10% of that production so they can produce their own cigar in Pinar del Rio and sell it there and make some money. So with that money they can pay the workers, they can live, they can survive. The 90% is taken to Havana and then it's produced in this factory. So all the factories are owned by the government, right? All the factories are owned by the government. The land belongs to the government also. All right, everything belongs to the government, but the government provides the goods and the material they need to produce the tobacco. 5 big factories in Havana that produce the best brands, and the production is, I mean, I don't know exactly the amount, but it's huge. It's mainly run by China. China is taking probably 90% of the production in Cuba and is exporting that and is selling that abroad. Oh, really? Yeah. I would say that we have over 70 different brands of cigar. And Romeo and Juliet is one. Romeo and Juliet is one of them. In Romeo and Juliet, even though it's one brand, we have different types of Romeo and Juliet. All right. It depends on the size, the weight, the strength, the smell. So it all depends. So they change name because it's a combination of leaves that you put inside the cigar, so to produce an effect in the body when somebody's smoking. Which is the most expensive? Which is the most expensive one? Well, there is one cigar, well, a box of cigar could cost from $500 US to $2,000. And how many cigars will be in a pack? 25. 25.
25 25 cigars for $500. $500, the cheapest one. Oh, But you can find 2,000, 2000. 2,500. Oh. Yeah, but there are, of course, there are other brands in a 25 box. But there are other boxes with less cigars according to the size, etc. That will cost from 100, 60. It all depends. And most of the people in Cuba smoke cigars. Yeah, a lot of people in Cuba smoke, but we don't smoke. People in Cuba don't smoke cigars. Oh. We smoke cigarettes. So. They love cigarettes because these cigars, even though they are the best in the world, they are not affordable and accessible for Cuban people. We cannot pay for that. Okay. All right, we can go now. Yeah, we can go. അപ്പോൾ നമുക്കിവിടെ ഇതിനകത്തൊരു ലോക്കൽ ഗൈഡാണ്. ഇവിടെ ലോക്കൽ ഗൈഡ് എൽദ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് 1844 ഫാക്ടറിയാണ്, 1844. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സിഗാർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സീക്രട്ടായിട്ട് ഒരു കാണുന്നതുകൊണ്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹബാന, ഉപ്മാൻ, ആൻഡ് ഹീസ് ഹിയർ. പക്ഷേ ഇവിടെയുണ്ട് കോൺസെപ്റ്റ് ഓഫ് ദ റെവല്യൂഷൻ എഴുതിയിരിക്കുന്ന മുഴുവൻ പക്ഷേ സ്പാനിഷ്. പക്ഷേ അപ്പോൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ഇതിപ്പോൾ ഇവിടെ പല ബ്രാൻഡുകൾ നിർമ്മിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം എക്സ്പോർട്ട് ചെയ്യാണ്. ഇവർക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഗൈഡ് പറഞ്ഞ് കേട്ട് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ സിഗരറ്റ് വലിക്കുന്നു. 90% ഓഫ് സിഗാർസ് ഇവിടെ ഉണ്ടാക്കുന്നത് ചൈനയാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. $500 തൊട്ട് മുകളിലേക്കാണ് ഒരു പാക്കിൻ്റെ വില. അതായത് 25 എണ്ണമുള്ള സിഗാറിന് $500 തൊട്ട് മുകളിലേക്കാണ് വില. ഇതായാലും പഴയ സ്പാനിഷ് കാലത്തെ ഒരു ഗംഭീര ബംഗ്ലാവാണ്. അതാണിപ്പോൾ സിഗാർ ഫാക്ടറി ആയിട്ടുള്ളത്. എവിടെ നോക്കിയാലും നമുക്ക് ഫിഡൽ കാസ്ട്രോയെ കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു പൈപ്പിൻ്റെ ഒരു രൂപമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഗൈഡ് യുവതിയോട് നമ്മുടെ നാട്ടിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞപ്പം വാട്ട് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഗവൺമെൻറ് അത്ര ഡിസാസ്റ്റർ ഒന്നല്ല കേട്ടോ. അതുപോലെ നമ്മുടെ മെയിൻ ഗൈഡ് ഇന്നലെ പറയായിരുന്നു, ഗൈഡിനോട് ഞാൻ പറഞ്ഞു നമ്മളെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ എം സോ സോറി ഫോർ ദാറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ സിഗാർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഇപ്പോൾ കണ്ടു. പക്ഷേ നമ്മൾ അതിനകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എന്നാലും അവരൊരു സാധനം തന്നു വിട്ടു. ഇതാണ് സിഗാറിൻ്റെ ഉള്ളിലുള്ള പുകയില എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പുകയിലയാണ്. അപ്പോൾ ഇത് ഇതിനൊരു മാസ്റ്ററൊക്കെയാണ്. ആ മാസ്റ്ററാണ് ഇത് കൃത്യമായി ബെസ്റ്റ് പുകയില കണ്ടെത്തുകയും ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഔട്ടർ ലെയർ ഉണ്ടല്ലോ, വെളിയിൽ കാണുന്ന ലെയർ മറ്റൊരു പുകയില, അത് കുറേ കൂടി എന്താ പറയുക റിഫൈൻഡാണ്, കുറേ കൂടി ഇത്തരം ഈ ഒരു ഇതൊന്നും ഇല്ലാത്തതാണ്. എന്താ പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും, ഒരു തോല് പോലെ ഇരിക്കും. അത് വെച്ച് അത് കവർ ചെയ്ത് പിന്നെ അത് ഒട്ടിക്കുന്നത്, അതായത് ചുരുട്ടിയിട്ട് ഒട്ടിക്കുന്നതിന് ഒരു ഓർഗാനിക് ഗ്ലൂ ഉണ്ട്, അതാണ്. അങ്ങനെയാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിഗരറ്റ് വലിക്കുന്ന പോലെ വലിച്ച് അകത്തേക്ക് എടുക്കുന്ന പരിപാടിയില്ല. ഇത് ഒരു വൈൻ ടേസ്റ്റിംഗ് പോലെയാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മളിത് വായിലേക്ക് എടുക്കുന്നു, വായിക്കകത്തൊന്ന് നിർത്തുന്നു, എന്നിട്ട് പുക ഊതി വിടുന്നു. അതല്ലാതെ ഇത് അകത്തേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ദാറ്റ്സ് ടു സ്ട്രോങ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അതൊരു എടുക്കാൻ പാടില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ ഗൈഡ് ഒരു സിഗാർ തന്നു. അതോടൊരു പ്രശസ്ത സിഗാർ വിദഗ്ധൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ മിസ്റ്റർ കാസ്ട്രോ. അപ്പോൾ ഇതാണ് ഈ സാധനം. ഇത് നമ്മൾ ഇവിടുത്തെ ഒരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൈറ്ററിൻ്റെ എല്ലാം ബാക്കിൽ ഒരു കുത്തുന്നൊരു ഭാഗമുണ്ട്. ആ കുത്തുന്ന ഭാഗം വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹോൾ ഇടുക. എന്നിട്ട് കുറേ നേരം കത്തിച്ച് പിടിച്ചാലേ ഇത് കത്തുള്ളൂ. എന്നിട്ട് ഇതൊരിക്കലും നമ്മൾ അകത്തേക്ക് എടുക്കുന്നില്ല, വെറുതെ വായിക്കാതെ വെച്ചിട്ട് ഊതിക്കളയാണ് ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഒരിക്കലും ഈ ഒരു ചാര തട്ടിക്കളയരുത്, മാക്സിമം ചാര അവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്കിത് വലിച്ചിട്ട് പ്രത്യേകിച്ച് സുഖം തോന്നില്ല, കാരണം വായിക്കാത്ത മാത്രം പണ്ടൊക്കെ സിഗരറ്റ് വലിച്ചിരുന്നതാണ്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും വായിക്കാത്ത മാത്രം വയ്ക്കുന്നു, ഊതിക്കളയുന്നു. ഒരു റിലാക്സേഷന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണിത്. വെടി പൊട്ടിയാണ് പൊഴിയത്, പണ്ട് ടയർ പൊട്ടിയതാണ്. എന്തായാലും ഇതിങ്ങനെ ഒരു സിഗരറ്റ് അല്ല ഒരു ചായയൊക്കെ വാങ്ങിച്ചു വെച്ചത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, പല റിലാക്സിങ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എനിക്ക് വായിക്കാത്തൊക്കെ വല്ലാത്ത ടേസ്റ്റ് പോലെ തോന്നുന്നത്. ഏതായാലും ലോകം എന്താണ് ക്യൂബ ഇപ്പോൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് പറയും. കാരണം 90% ഓഫ് സിഗേഴ്സും ഇത് ഒരു എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. ഞാൻ കണ്ണൂർ ദിനേശ് പേടിയുടെയൊക്കെ ഫാക്ടറി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇരിക്കുന്നവരൊക്കെ വളരെ സന്തോഷമായിട്ട് പത്രമൊക്കെ വായിച്ചിരിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കയറുന്ന പോലെയാണ് ഇവിടുത്തെ ജീവനക്കാരുടെയൊക്കെ ഇരിപ്പ് കാണുന്നത്. വളരെ ചെറിയ സാലറി ഉള്ളൂ. ഒരു ദിവസം 100 സിഗാർ ഉണ്ടാക്കണം. അതിൽ 5 എണ്ണം അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം.
എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. നമ്മുടെ ഗൈഡ് തന്നെ പറഞ്ഞു സാലറി എന്ന് വെച്ചാൽ വളരെ കുറവാണ്, പക്ഷേ 62 വയസ്സ് വരെ ജോലി ചെയ്യാം എന്നിട്ടേ പെൻഷൻ ആവുള്ളൂ. കാരണം ഇതൊരു ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണ്, എല്ലാ ഫാക്ടറികളും ഗവൺമെൻറ് ഫാക്ടറി ആണല്ലോ. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ശ്മശാന മൂകതയും ആകോട്ട് വല്ലാത്തൊരു മൂകതയൊക്കെയാണ്. എന്തായാലും പാർട്ടി ഓഫീസ് പോലെ തന്നെ ഒരു ഓഫീസ് ഇതിനകത്ത് കണ്ടു. അവിടെ ചെഗുവേരല്ലോ നമ്മുടെ ഫിഡൽ കാസ്ട്രോയുടെ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു. എന്നാലും ഇത് കെടാതെ സൂക്ഷിക്കാൻ ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എപ്പോഴും ഊതിക്കൊണ്ടിരുന്ന സാധനം കിട്ടും. കാരണം ഇവിടെ ഈവനായിട്ടല്ല കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതോടെ വലിയ ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ഇതാണ് സിഗാർ. എന്തായാലും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ഹെൽത്ത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് ലങ്സിലേക്ക് പോകാത്തതുകൊണ്ട് ഒരു പരിധി വരെ ഇഞ്ചൂറിയസ് പ്രശ്നങ്ങൾ കുറവായിരിക്കാം. പക്ഷേ എങ്കിലും വായിക്കാത്ത ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അച്ഛൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന വളരെ ചെറിയൊരു സിഗാറാണ്. ഇത് കണ്ടോ, അമ്മയും മോനും അല്ല അച്ഛനും മോനും എന്ന് പറഞ്ഞാൽ എന്ത് സുഖമാണോ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ഇതാണ് ആ ഒരു പ്രശസ്തമായ ക്യൂബൻ സിഗാർ. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം അല്ലേ. അങ്ങനെ ഞാനൊരു പാക്കറ്റ് സിഗാർ വാങ്ങിച്ചു. $26, 6 എണ്ണം ഉള്ളതിൽ. വീട്ടിലൊരു സുവനീറായിട്ട് വയ്ക്കണം. എന്തായാലും ഇത് വലിക്കാനൊന്നും തോന്നുന്നില്ല. തന്നെയല്ല വലി നിർത്തിയിട്ട് ഒത്തിരി കാലമായതുകൊണ്ട് പുകയിലയുടെ മണം വായി വരുന്ന ഒരു താല്പര്യവും തോന്നില്ല. ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. $26. നമ്മൾ രാവിലെ കണ്ട കഫറ്റീരിയയുടെ മുന്നിൽ ഇപ്പോഴും ആൾക്കാർ കൂടി നിൽക്കുകയാണ്. പാവങ്ങൾ ആഹാരമില്ലാതെ. ഇന്നലെ നമ്മൾ വരുന്ന അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് നിറച്ച് ഇവിടത്തേക്ക് ആൾക്കാർക്കുള്ള ഭക്ഷണവും മറ്റുമായിട്ട് വരുന്ന അമേരിക്കക്കാരായിരുന്നു, ചില സന്നദ്ധ സംഘടനകളും മറ്റും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. കഷ്ടം തന്നെ. എവിടെ നോക്കിയാലും ദാരിദ്ര്യത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു. ഒന്നും നന്നാക്കിയെടുക്കാൻ കാശൊന്നുമില്ല. പഴയ കാലത്തിൻ്റെ എന്താ പറയണ്ടേ ആ ഒരു സമ്പന്നമായ ചരിത്രവും പേര് നിൽക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ ഒന്നും ഇല്ലാതായി. എന്തായാലും ഈ പറഞ്ഞ നല്ല മനോഹരമായ സ്ഥലം, പക്ഷേ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ സ്ഥലത്തിൻ്റെ എല്ലാ ബിൽഡിങ്ങും താഴ്പ്പാറായി. ഇപ്പം നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു ഇവിടെ ആ ജോലി ചെയ്യുന്ന ചുരുട്ടുണ്ടാക്കുന്ന ഫാക്ടറി ജോലി ചെയ്യുന്നവർക്കൊക്കെ മാസം $15 to $20 ശമ്പളം. $20 എന്ന് പറഞ്ഞാൽ 2000 രൂപയിൽ താഴെയാണ് ശമ്പളം. എല്ലാ സഖാക്കളും അത് ചെവി തുറന്ന് കേൾക്കേണ്ടതാണ്. 1959 തൊട്ട് ഇവിടെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ചെയ്തികളാണിത്. വളരെ കാലം ബംഗാൾ ഭരിച്ച ജ്യോതി ബസു എങ്ങനെയാണോ ബംഗാളിനെ നശിപ്പിച്ചത്, എല്ലാവരും ജോലി തേടി കേരളത്തിലേക്ക് വരുന്ന അറിയാമല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത്ര മോശമെന്ന് പറയാനല്ല അത്തരം കാര്യങ്ങളിൽ. കാരണം നമുക്ക് ബോധമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. ഇതാ കേരളത്തെ ഓർപ്പിക്കുന്ന ധാരാളം കുഴികൾ. അമേരിക്കൻ സ്റ്റൈലിലുള്ള റോഡൊന്നും ഇല്ല കേട്ടോ, എല്ലാം കേരള സ്റ്റൈൽ റോഡുകളൊക്കെ തന്നെയാണ്. സൈക്കിൾ റിക്ഷകൾ, ചൈനീസ് 2 വീലേഴ്സ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അണികളെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും. വിപ്ലവം പറയുന്നു, മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ പ്രതികരിക്കാതെ ജീവിക്കുന്നു. കഷ്ടം തന്നെ മുരളി, കഷ്ടം തന്നെ. നിങ്ങൾക്ക് ക്യൂബയിൽ ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും മുഖത്തൊരു വിഷണ്ണ ഭാവം. പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ എല്ലാവരും വളരെ ഹാപ്പി, ആര് കണ്ടാലും ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു രാജ്യം. കൂടാതെ നമ്മൾ ഷിപ്പിലായിരുന്നു. ഷിപ്പിൽ പല രാജ്യക്കാർ, എല്ലാവരും എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയുന്നത് പോലെയാണ്. എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷവും ഇല്ല, ആകെ മ്ലാനത. കുഴിച്ചാടി ഇവർ ടോട്ടലി കുഴിച്ചാടി ഇരിക്കുകയാണ് ഈ ജനത. ഇതാ എത്ര പഴയ വാഹനമാണ് നോക്കുക. ഇവിടുത്തെ ജനങ്ങളിൽ അധികവും ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്നു, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ തന്നെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നു. കാരണം ഇവിടെ ജോലി ചെയ്താലും ശമ്പളം വളരെ കുറവായതുകൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്
അവർ സൗത്ത് അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകും. അതുമൊക്കെ മൊത്തത്തിൽ ദരിദ്ര രാജ്യങ്ങളാണ്, എങ്കിൽ പോലും ഇതിനേക്കാൾ ഭേദമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഇവിടെ ഇന്ന് ഡീസൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2-3 വണ്ടികളെ കാണുന്നുണ്ട്. ഇവിടെ വീണ്ടും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ് പല രാജ്യങ്ങളാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ബ്രെഡ് വാങ്ങിക്കാൻ ക്യൂ നിന്നിരുന്നൊരു കാലമുണ്ടല്ലോ സോവിയറ്റ് യൂണിയനിൽ. ഏതാണ്ട് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇതും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. ഇത്രയും നശിച്ച ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണം. അതും ചെയ്യുന്നില്ല. നേതാക്കന്മാരെല്ലാം ദന്തഗോപുരത്തിലാണ്, ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ആഹാരം വാങ്ങിക്കാനുള്ള ക്യൂ വീണ്ടും ഫുഡിൻ്റെ ക്യൂ ആണ്. യെസ്, കണ്ണ് തുറന്ന് കാണുക സഹാക്കളെ, ഫുഡിനുള്ള ക്യൂ ആണ്. സോഷ്യലിസ്റ്റൊക്കെ പിന്താങ്ങുന്നവർ കാണേണ്ട കാഴ്ചയാണ് ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. പനി വന്നാൽ പോലും കഴിക്കാനുള്ള മരുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും പരമ്പരാഗത വൈദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടുത്തേക്ക് നമ്മുടെ ആയുർവേദം പോലുള്ള ഇവിടുത്തെ പരമ്പരാഗത വൈദ്യമുണ്ട്, അതിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം ഒരു മെഡിക്കൽ സ്റ്റോറിലും ഒരു മരുന്ന് പോലും ഇല്ല. എന്തായാലും ഒരു വിപ്ലവം തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്ങനെയാണോ ഫിഡൽ കാസ്ട്രോ ഇവിടെ ഭരണം പിടിച്ചെടുത്തത്, അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന ഒരു വിപ്ലവം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ചരിത്രത്തിൻ്റെ അനിവാര്യതയായിട്ട് വേണം നമുക്ക് കാണാൻ.